പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഗായകൻ പി ജയചന്ദ്രന് ഇവിടെ ചൊല്ലുകയാണ് നാട്. നേരത്തെ 3 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതല്പം നേരത്തെയാക്കുകയായിരുന്നു. 10:30 മൃതദേഹം എറണാകുളം ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടിലെത്തിച്ചത്. ഇരിഞ്ഞാലക്കുടയിലെ പൊതുദർശനത്തിലടക്കം നിരവധി പേരെത്തിയാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്നത്. അനശ്വരമായ ആയിരക്കണക്കിന് ഗാനങ്ങൾ അവശേഷിച്ചുകൊണ്ട് ബാക്കിയാക്കിക്കൊണ്ട് പി ജയചന്ദ്രൻ വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിന് കണ്ണീർ പൂക്കൾ കൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും. കാലം സ്പർശിക്കാത്ത ഒട്ടനേകം ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളത്തിൻ്റെ ഭാവഗായകന് പ്രവർത്തകരും ആസ്വാദകരും സംഗീതാസ്വാദകരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖരും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളും ഈണങ്ങളും ഓർമ്മകളും പേറുന്ന അനേക മനുഷ്യരുമാണ് അവസാനമായി അദ്ദേഹത്തെ തിരുനോക്ക് കാണാനായി എത്തിയത്. ഇന്ന് രാത്രിയായിരുന്നു പ്രതീക്ഷിതമായ അദ്ദേഹത്തിൻ്റെ വിയോഗം. വീട്ടിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും പിന്നാലെ തന്നെ തൃശ്ശൂർ അമല ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു. അതിന് പിന്നാലെ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് മലയാളികളെ തേടിയെത്തിയത്. സംഗീത ലോകത്തിന് തന്നെ വിരാത്ത നഷ്ടമാണ്, വിടവാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ളത്. പ്രമുഖരെല്ലാം അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അനുസ്മരണക്കുറിപ്പ് എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു. പ്രണയമായും വിരഹമായും ഭക്തിയായും വാത്സല്യമായും മനുഷ്യന്റെ എല്ലാ വികാരങ്ങളെയും ഒപ്പിയ മലയാളികൾക്ക് കൂട്ടായ ഒട്ടനവധി ഭാവഗാനങ്ങൾ ഇനി എന്നും ആസ്വാദക ഹൃദയങ്ങളിൽ തന്നെ ഉണ്ടാകും. ആ ഗാനങ്ങളിലൂടെ ജയചന്ദ്രൻ എന്നും മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കും. നിത്യഹരിത ഗായകന മലയാളത്തിൻ്റെ നാമം. സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ. ഞാൻ എന്തായാലും 3 മണിയാകുമ്പോൾ പറ്റും. അവനോട്ടൊരു 4 മണിക്ക് 4 മലയാളത്തിൻ്റെ പ്രിയ ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ചേന്നമംഗലത്തെ തറവാട്ട് വീട്ടുവളപ്പിൽ പുരോഗമിച്ചു വരികയാണ്. ഏറെ നാളായി അദ്ദേഹം കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്നും അർബുദം ബാധിച്ചതിന് പിന്നാലെയും ചികിത്സയിലായിരുന്നു. 1 വർഷത്തിലധികമായി അദ്ദേഹം ചികിത്സ തേടി വരികയായിരുന്നു. ഇന്നത്തെ വീട്ടിൽ വിശ്രമത്തിൽ കഴിയവെയാണ് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രോഗമുണ്ടായത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതിനെ തുടർന്ന് ശാരീരികാവസ്ഥ മോശമായതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ തൃശ്ശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ വിയോഗമുണ്ടായത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലെല്ലാം ശ്രദ്ധ നേടിയ ഗാനങ്ങൾ തന്നെയായിരുന്നു പി ജയചന്ദ്രൻ്റേത്. എല്ലാ ഭാഷകളിലുമായി 16,000-ലേറെ ഗാനങ്ങളാണ് അദ്ദേഹം ആസ്വാദകർക്ക് നൽകിയത്. ആ ഗാനങ്ങളെയെല്ലാം ഇവിടെ ബാക്കിയാക്കിക്കൊണ്ടാണ് പ്രിയ ഭാവഗായകൻ വിടവാങ്ങുന്നത്.
രണ്ടുപേര് മകൻ തലയ്ക്ക് വരും, ഒരാൾ കാൽക്കൽ വരും കേട്ടോ. ഞാൻ കത്തിച്ച് കൊടുക്കട്ടെ, കത്തിച്ച് കൊടുക്കട്ടെ. ഇങ്ങോട്ട് തിരിഞ്ഞു, പുറം തിരിഞ്ഞു, അവിടെ നിന്ന് പുറം തിരിഞ്ഞു. ഈ വലത്തെ കൈ പുറകോട്ട് നീട്ടാം, തിരിഞ്ഞു നോക്കാൻ പറ്റും. ആ വലത്തെ കൈ സംസ്കാര ചടങ്ങുകൾ അവിടെ പുരോഗമിച്ചു വരികയാണ്.